നമസ്കാരം. സർക്കാർ നിയന്ത്രിത സംപ്രേഷണങ്ങളുടെ കുത്തക തകർത്ത് മിഡിൽ ഈസ്റ്റിൽ സ്വതന്ത്ര പത്രപ്രവർത്തനത്തിന് വഴി തുറന്ന ഭരണാധികാരിയായിരുന്നു ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി. അൽത്താനിയുടെ വേർപാടിലൂടെ അൽ ജസീറ ന്യൂസ് ചാനലിന്റെ സ്ഥാപകനായ ഒരു മഹാനായ ദീർഘദർശിയാണ് ലോകത്തിന് നഷ്ടമായിരിക്കുന്നത്. 1996 അദ്ദേഹം തുടക്കമിട്ട ഈ മാധ്യമ സംരംഭം മിഡിൽ ഈസ്റ്റിലെ ഭരണകൂടങ്ങളുടെ കുത്തക സംരക്ഷണ രീതികളെ അട്ടിമറിക്കുകയും മേഖലയെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ നിർണ്ണയിക്കുന്നതിൽ പാശ്ചാത്യ മാധ്യമങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആധിപത്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഒരു സുപ്രധാന ചരിത്ര സംഭവമായിരുന്നത്. തുടക്കത്തിൽ ഒരു വാർത്താ ചാനലായി ആരംഭിച്ച അൽ ജസീറ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള മാധ്യമ സ്ഥാപനങ്ങളിലൊന്നായി വളർന്നു. തുടർന്ന് 2005 ജൂലൈയിൽ ഇത് ഔദ്യോഗികമായി അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് എന്ന പേരിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. സ്ഥാപകന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ നെറ്റ്വർക്ക് ഡയറക്ടർ ജനറൽ ഷെയ്ഖ് നാസർ ബിൻ ഫൈസൽ അൽത്താനി മേഖലയിലെ മാധ്യമരംഗത്തെ പുനർനിർമ്മിക്കുന്നതിൽ ഷെയ്ഖ് അഹമ്മദ് കാണിച്ച സമാനതകളില്ലാത്ത ധൈര്യത്തെ പ്രകീർത്തിച്ചു. അൽ ജസീറ എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ മൂലക്കല്ല് പാകിയതും അതിന്റെ ദർശനം മുന്നോട്ട് വെച്ചതും ഷെയ്ഖ് അഹമ്മദ് ആണെന്ന് അദ്ദേഹത്തിന്റെ അനുശോചന സന്ദേശത്തിലും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വാക്കിന്റെ ശക്തിയെക്കുറിച്ചും സമൂഹങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ സ്വതന്ത്ര മാധ്യമങ്ങൾക്കുള്ള നിർണായക പങ്കിനെക്കുറിച്ചും കൃത്യമായ ബോധ്യമുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അൽ ജസീറയുടെ 25ാം വാർഷിക വേളയിൽ അറബ് ലോകത്തെ ഏറ്റവും വലിയ മാധ്യമ സംരംഭം എന്ന് അഭിമാനത്തോടെ അദ്ദേഹം ഈ സ്ഥാപനത്തെ വിശേഷിപ്പിച്ചിരുന്നു. 1996 അൽ ജസീറ ആദ്യമായി സംപ്രേഷണം ആരംഭിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ മാധ്യമ വിപ്ലവത്തിന്റെ വിത്തുകൾ പാകപ്പെട്ടിരുന്നു. 1993 ഖത്തറിലെ കിരീടാവകാശിയായിരിക്കെ ഷെയ്ഖ് ഹമദുമായി നടത്തിയ കൂടിക്കാഴ്ച അൽ ജസീറയുടെ സ്ഥാപക ആങ്കർമാരിൽ ഒരാളായ മുഹമ്മദ് ഖുർഷാൻ അനുസ്മരിക്കുന്നുണ്ട്. പരമ്പരാഗതമായി നാം കണ്ടിട്ടുള്ള ഒരു ഗൾഫ് ഭരണാധികാരിയിൽ നിന്നും കേൾക്കാൻ സാധ്യതയില്ലാത്ത വിധം വിപ്ലവകരവും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നതുമായ ചിന്തകളായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് ഖുർഷാൻ വ്യക്തമാക്കുന്നു. 1995 അമീറായി അധികാരമേറ്റെടുത്തതോടെ ഷെയ്ഖ് അഹമ്മദ് തന്റെ ദർശനം യാഥാർത്ഥ്യമാകാൻ തീരുമാനിച്ചു. 6 മാസത്തിനകം ഒരു പുതിയ വാർത്താ ചാനൽ ആരംഭിക്കണമെന്ന ധീരമായ നിർദ്ദേശം അദ്ദേഹം നൽകി. തുടർന്ന് 1996 വേനൽക്കാലത്ത് ദോഹയിൽ ഒത്തുകൂടിയ മാധ്യമപ്രവർത്തകരുടെ സംഘത്തോട് പ്രൊഫഷണലായി ജോലി ചെയ്യാനും തൊഴിൽ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനും നിർദ്ദേശിച്ചു. തടസ്സങ്ങളെ ഭയപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം അവർക്ക് നൽകി. ഒരു ഗൾഫ് രാജ്യത്ത് നിന്നും ഇത്രയും ഉയർന്ന രീതിയിലുള്ള മാധ്യമ സ്വാതന്ത്ര്യവും തുറന്ന സമീപനവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പല അറബ് മാധ്യമ പ്രവർത്തകർക്കും തുടക്കത്തിൽ സാധിച്ചിരുന്നില്ല. വാർത്തകൾക്കായി പാശ്ചാത്യ വാർത്താ ഏജൻസികളെ മാത്രം ആശ്രയിച്ചിരുന്ന അറബ് ലോകത്തിന്റെ രീതി അൽ ജസീറ തിരുത്തിക്കുറിച്ചു. സംഭവവികാസങ്ങൾക്ക് നേരിട്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ തങ്ങളുടെ ലേഖകരെ അവർ വിവിധ മേഖലകളിലേക്ക് നിയോഗിച്ചു. മാധ്യമപ്രവർത്തകർക്ക് ആവശ്യമായ രാഷ്ട്രീയ പിന്തുണ നൽകാൻ അമീർ എപ്പോഴും തയ്യാറായിരുന്നു. ഖത്തറിലെ ആഭ്യന്തര കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സംവേദനക്ഷമതയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പോലും അൽ ജസീറയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും ലഭിച്ചു. അഭിപ്രായവും എതിരഭിപ്രായവും എന്ന തത്വം ഉയർത്തിപ്പിടിച്ച മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പുതിയ അറബ് യാഥാർത്ഥ്യം സൃഷ്ടിക്കാൻ അൽ ജസീറയുടെ ജീവനക്കാർക്ക് സാധിച്ചതായി അമീർ തന്നെ നേരിട്ട് അനുമോദിച്ചിരുന്നു. എന്നാൽ ഈ വാർത്താ സ്വാതന്ത്ര്യത്തിന് ഖത്തറിന് വലിയ രാഷ്ട്രീയ വില കൊടുക്കേണ്ടി വന്നു. അൽ ജസീറയുടെ നിർഭയമായ റിപ്പോർട്ടിംഗ് പ്രാദേശിക സർക്കാരുകളെയും പാശ്ചാത്യ ശക്തികളെയും ഒരുപോലെ ചൊടിപ്പിച്ചു. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ യുദ്ധങ്ങളുടെയൊക്കെ സമയത്ത് ചാനലിനെ നിശബ്ദമാക്കാൻ CIA ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും മാധ്യമ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും കുറിച്ച് സംസാരിക്കുന്നവർ തന്നെ വാർത്തകൾ തടയാൻ ആവശ്യപ്പെടുന്നതിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി ഷെയ്ഖ് അഹമ്മദ് ആ ആവശ്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു. എന്തായാലും അൽ ജസീറയ്ക്ക് കൃത്യമായ രാഷ്ട്രീയവും അവരെല്ലാ വാർത്തകളെയും യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതുപോലെയൊന്നുമല്ല റിപ്പോർട്ട് ചെയ്യുന്നെന്നുള്ളതൊക്കെ പിന്നീടുള്ള ചരിത്രമാണ്. എന്തായാലും അൽ ജസീറയുടെ സ്ഥാപനത്തിൽ ഷെയ്ഖിനുള്ള നിർണായകമായ ഇടപെടൽ അത് സ്മരിക്കപ്പെടേണ്ടത് തന്നെ.